അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. ബ്രെഡും ചിക്കനും ചീസൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായി അരിഞ്ഞ, ഒത്തിരി ചെറുതല്ല, ഇതുപോലെ അരിഞ്ഞ സവോള നമുക്ക് ഒരു 2 എണ്ണം അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. സവോള അത്യാവശ്യം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതായത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഒത്തിരി മസാലകളൊന്നും ഞാൻ അതിലേക്ക് ഇടുന്നില്ല. കാരണം മസാല ഒത്തിരി ആകുമ്പം ആ മസാലയുടെ കുത്ത് വരും. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് മസാല മാത്രമേ ഉള്ളൂ. പിന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ പിച്ചിയിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും സവോളയും മസാലയും എല്ലാം ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഇനി ഞാനിതിലേക്ക് ഒരു പൊട്ടാറ്റോ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു 4 സ്ലൈഡായത് ചീസാണ്, നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസാണ്. അത് ഇതുപോലെ പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട് 4 എണ്ണം. അതും കൂടി ഇട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചീസ് ഈ ഇളം ചൂട് തന്നെ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരും. ഇപ്പം നമ്മുടെ മസാല റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം ഉപ്പും ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള, അതായത് ഒത്തിരി ലൂസും അല്ല, നമ്മുടെ ദോശയുടെയൊക്കെ മാവിൻ്റെ ആ ഒരു ലൂസാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മസാല നമുക്ക് ബ്രെഡിൽ തേക്കണം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ തന്നെ 2ആയി കട്ട് ചെയ്തിട്ട് ഞാനിതിനകത്തേക്ക് ഈ മസാല ഇതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ചുമ്മാ വയ്ക്കല്ല, ആ ബ്രെഡിനുമേ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി പ്രസ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ആ മസാല അതിൻ്റെ ഉള്ളിൽ നല്ല പ്രസ്സായിട്ട് നിൽക്കും. ഇനി നമുക്കൊരു പാൻ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്ററിനകത്തേക്ക് നമുക്ക് ഈ ബ്രെഡ് മുക്കിയിട്ട് 2 വശവും ഇതിൻ്റെ 4 സൈഡും ഒരുപോലെ മുക്കിയെടുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ ചെറിയ പാൻ ആയതുകൊണ്ടാണ് ഒരെണ്ണം വെച്ച് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് നമുക്ക് 2 സൈഡും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് കുക്കാകുന്ന സമയത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും നമുക്കിതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ബ്രെഡും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്തുള്ള ചീസും കിഴങ്ങും ചിക്കനും എല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇഷ്ടപ്പെടണ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക് യു.